ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കറിയോ അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊന്നും വേണ്ടാതെ അത് മാത്രം തനിയെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെയാണ് ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അത് ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു വലിയ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾ ചെറിയ മുട്ട എടുക്കുന്നവരാണെങ്കിൽ 2 മുട്ട വരെ എടുത്തു കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുക കേട്ടോ. അടുത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇവിടെ ഞാൻ 1.25 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിനാണ് കേട്ടോ 1.25 കപ്പ് പാലിവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലുള്ള തണുത്ത പാലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ഞാൻ കുറച്ച് ഒരു പിടി എടുത്തിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ല എങ്കിൽ നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതും കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ പച്ചമുളക് വെച്ചിട്ട് ഇത് മാറ്റാം കേട്ടോ. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആട്ടപ്പൊടി, അതായത് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 3/4 കപ്പ് കൂടെ ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. അങ്ങനെ ടോട്ടലായിട്ട് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരിത്തിരി ശകലം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ആദ്യം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറേശ്ശെ പാലും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചേർത്തിയത് ഫുൾ ഫാറ്റ് മിൽക്കായിരുന്നു, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഉള്ള മിൽക്കായിരുന്നു. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് പാലും വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഞാനൊരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും തെറ്റിയിട്ട് പോവില്ല. അതല്ലാണ്ട് നമ്മൾ മുഴുവനായിട്ട് ആദ്യമേ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവാൻ അങ്ങനെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട കൂടെ അതിലേക്ക് ചേർക്കാം. മാത്രമല്ല നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. വെറും ഗോതമ്പ് പൊടി മാത്രം ചേർക്കരുത് കേട്ടോ, മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി, എന്നാൽ ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കായിട്ടുള്ള ബാറ്ററും അല്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ റൊട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് പാൻ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു പാൻ ഒത്തിരി ചൂടായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരു തവി മാവ് എടുത്തിട്ട് പാനിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചട്ടി തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ ദോശ ചെയ്യുന്ന പോലെ തവി വെച്ചിട്ട് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്, നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പം ഒത്തിരി ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണ്ട. ഏറ്റവും ചെറിയ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം ഹാർഡായിട്ടും അതിൻ്റെ ആ ഒരു എൻഡ് വശങ്ങളൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, ഒത്തിരി അങ്ങ് പൊങ്ങില്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഓയിലോ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടെ ചൂടോടെ കഴിക്കുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അത് ആദ്യത്തെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ളത് കൂടെ ചെയ്തിട്ട് എടുക്കുകയാണ്.
ഇതന്നെ നമുക്ക് കുറച്ചും കൂടെ റിച്ച് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ് പൊറാത്ത ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. പൊറോട്ട റെഡിയാക്കി എടുത്തിട്ട് അതിൽ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള എഗ് പൊറാട്ട നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. നമുക്ക് അതേ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഇതിലും ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഓംലെറ്റിന് വേണ്ടി തയ്യാറാക്കുന്ന പോലെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക. പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാളയും അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയും നമ്മുടെ പച്ചമുളകും മല്ലിയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ റൊട്ടി റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ പാനിലേക്ക് നമ്മൾ റൊട്ടി ചുട്ടെടുത്തതിന് ശേഷം ഒരു ഓംലെറ്റ് തയ്യാറാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഓംലെറ്റ് ഒഴിച്ചു കൊടുത്ത സമയത്ത് ഒഴിച്ചതിന് ശേഷം ഈ റൊട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അത് തമ്മിൽ സ്റ്റിക്കായിട്ട് നിൽക്കും. എന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഓംലെറ്റും കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ മയണൈസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ടേസ്റ്റോടെ കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. മറ്റേ നമ്മൾ സാധാരണ രീതിയിൽ എഗ് പൊറാട്ട ചെയ്യാമെന്ന് പറയുമ്പം പൊറാട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടാണല്ലോ ചെയ്യാറ്. അത് കുറച്ചുകൂടെ സമയം എടുക്കുന്ന കാര്യമാണ്. നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന തന്നെയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും. അത് നമുക്കൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ ഞാനിത് ഒരുപാട് എരിവോട് കൂടിയിട്ടൊന്നും അല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ആകെ നമ്മൾ ഒരു 3/4 ടീസ്പൂണോളം നമ്മുടെ റെഡ് ചില്ലി ഫ്ലെക്സ് മാത്രമേ ഇതിലേക്ക് എരിവിന് ചേർത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ കൂടെ ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ട് അതുപോലെ തന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് വളരെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു കറിയോ അതല്ലെങ്കിൽ ചട്നിയോ ചമ്മന്തിയോ ഒന്നും ഇല്ലാണ്ട് ചൂട് ചായൻ്റെ കൂടെ ഇത് മാത്രം ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനൊക്കെ ഒരു മടിയുള്ള കൂട്ടർക്കാണെങ്കിലും നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.